ഹായ് ഹലോ. ഇതെന്താന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? അറിയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയാം, വേറൊന്നുമല്ല. അത് കവറിനകത്തോട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാകത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ കേട്ടോ. ഇത് വന്നിട്ട് കുരുമുളകാണ്. എന്ത് കുരുമുളകാണ്? പച്ചക്കുരുമുളകാണ്. ആക്ച്വലി ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് ആൻറ്റി എനിക്ക് തന്നെയാണേ. ആക്ച്വലി ഇന്നാൾ ഒരു പ്രാവശ്യം ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കുരുമുളക് ഇങ്ങനെ താഴത്ത് പിന്നെ ഉണക്കാൻ വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ആൻറ്റി എനിക്ക് ഇച്ചിരി പച്ചക്കുരുമുളക് തരുമോ, എനിക്ക് ഇച്ചിരി ഒന്ന് മീൻ വറുത്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് തന്നായിരുന്നു. അന്ന് അത് പറഞ്ഞതുകൊണ്ട് ഇപ്പം ആൻറ്റി നാട്ടിൽ നിന്ന് പച്ചക്കുരുമുളക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പച്ചക്കുരുമുളക് വേണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ആൻറ്റി വേണോ പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്നലെ ആൻറ്റി എനിക്ക് കുറച്ച് പച്ചക്കുരുമുളക് തന്നു. പക്ഷേ ഈ കുരുമുളകിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് വാടിയിട്ട് അങ്ങ് കറുത്തു ഈ പച്ച കളറൊക്കെ അങ്ങ് പോകും കേട്ടോ. ഒരുമാതിരി അങ്ങ് വാടിയിട്ട് ഒരുമാതിരിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇതിങ്ങനെ വെച്ചിരുന്നാൽ അങ്ങ് പന്നലായിപ്പോവും. അതിനെക്കാട്ടിൽ നമുക്കിതങ്ങ് ഒരു മസാലയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ പച്ചക്കാന്താരി വെച്ചിട്ട് മത്തി വറക്കുന്നത്? ആക്ച്വലി ഇത് മത്തി വറക്കാനാണ് സൂപ്പർ കേട്ടോ. ഇപ്പോൾ നല്ല മത്തിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ നല്ല മത്തിയൊക്കെ കിട്ടുന്ന സമയം വരെ കുരുമുളക് അങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതിന് മസാല റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് മസാല ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് ഈ ഇത് ഞെട്ടിൽ നിന്ന് ഇതിനെ ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കണം. പണ്ടൊക്കെ കുരുമുളക് ഇതുപോലെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുമായിരുന്നു വീട്ടിലൊക്കെ. ഇപ്പം അതൊക്കെ ഒരു ഓർമ്മ വരുന്നു. ഇപ്പം എത്രയോ വർഷങ്ങളായി നമ്മളൊന്നും ചെയ്യുന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഈ സംഭവം ഇല്ല. എല്ലായിടത്തും ഒന്നും ഇപ്പോൾ ഈ കുരുമുളക് കിട്ടാനില്ല കേട്ടോ. കുരുമുളക് കിട്ടൽ തീരെ കുറവാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയുള്ള അയൽവക്കക്കാരൊക്കെ ഉള്ളത് നല്ലതല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള സാധനങ്ങളാണെന്നൊക്കെ അറിയുമ്പോൾ അവർ നമുക്ക് തരുമ്പോഴേ അത് വേറൊരു സന്തോഷമാണ് അല്ലേ. അപ്പം ഞാനിത് ഞെട്ടൊക്കെ ഒന്ന് പൊക്കിയിട്ട് ഇതൊന്ന് പിന്നെ കഴുകി ഒന്ന് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മസാല ആക്കുന്നതെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം. എൻ്റെ കൂട്ടുകാർക്ക് ചെയ്യാറുണ്ടാകുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമൊക്കെയാണ്. എന്നാൽ കൂടി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചോളൂ. അതൊരു 6 മാസം ഫ്രീസറിനകത്ത് ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും ആവത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴാണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ സമയത്ത് ഫ്രീസറിനകത്ത് നിന്ന് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മസാല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ചെറിയ ചെറിയ പാത്രത്തിനകത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രിപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓരോരോ പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് വാടി പോകുമല്ലോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വെച്ചാൽ അതെൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. തറയെല്ലാം വീണ് കേട്ടോ എൻ്റെ കുരുമുളക്. ഇനി ഇതിനെല്ലാം നുള്ളി പറക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിൻ്റെ ആ ഒരു സീസൺ വരുന്ന സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണേ. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം ഒന്നിൻ്റെ ഞെട്ടിനകത്തുനിന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ആ എടുത്ത വെളുത്തുള്ളി കഴുകി ക്ലീൻ ചെയ്തതിൻ്റെ കൂടെ ചേർത്തു. അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്തു. ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഒരു 1.25 ടീസ്പൂൺ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത്ര ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കട്ടെ. കണ്ടില്ല, അപ്പം നമ്മളുടെ പച്ചക്കാന്താരി മീൻ ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ മക്കളെ, കണ്ടില്ലേ? ഇത് വന്നിട്ട് മത്തിക്കകത്തൊന്ന് പെരട്ടിയിട്ട് വറുത്തൊന്ന് കഴിക്കണം മക്കളെ. അയ്യോ, അതിൻ്റെ ടേസ്റ്റ് വേറൊന്നാണ്. എൻ്റെ കൂട്ടുകാർ ഇത്രയും നാളും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാനൊരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, ഒരുപാട് വെള്ളം പോലൊന്നും ആക്കിയില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ മീൻ പരട്ടി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം ചേർക്കാം. അതൊക്കെ അന്നത്തെ സൗകര്യം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാനങ്ങ് ഫ്രീസറിൽ വെക്കുക. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് കാരണം ഇത് മസാല കുറവാണ്. ഒരു 1 കിലോ മീനിന് വേണ്ടുന്ന മസാല കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീൻ മസാല വേണം ഒരുമിച്ച് പരട്ടിയിട്ടാലും മീൻ എടുത്തങ്ങ് വെക്കാം. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെക്കുന്നുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് കുരുമുളകൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൈ എരിയും, എന്നാലും ഞാൻ കയ്യിൽ വടിച്ചെടുക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ
അല്ലാതെ ജാറിനകത്തു നിന്നൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സ്പൂൺ കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് കുരുമുളകൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിലേ ഇതിങ്ങനെ ആക്കിയിട്ട് പല പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രീസറിനകത്ത് വെക്കണം. ഫ്രീസറിനകത്ത് നമ്മൾ എത്ര നാളിരുന്നാലും ഒന്നും ആകത്തില്ല കേട്ടോ. നമുക്ക് വേണ്ടുന്ന സമയത്ത് തലേന്നോ അല്ലെങ്കിൽ വെളുപ്പിനെ എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ പോയി നന്നായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കുരുമുളക് മീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് എൻ്റെ കൂട്ടർക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇനി എനിക്ക് മീൻ മേടിച്ച് കഴിഞ്ഞാൽ മസാലയെ പറ്റി ഉള്ള ടെൻഷൻ വേണ്ട. മീൻ മീൻസ് മത്തി മീൻ. മത്തി വറക്കാനാണ് ഈ കുരുമുളക് വരട്ടി ചെയ്യാനാണ് ടേസ്റ്റ്. മറ്റുള്ള മീനിനെക്കാട്ടിലൊക്കെ മത്തി വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പിട്ടോ നോക്കിയതാ. അയ്യോ, കുരുമുളകിന്റെ എരിവ് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിൽ വെച്ചോളൂ കേട്ടോ. ആ ഒരു ക്രാണം സംഭവം സൂപ്പറാ. അപ്പോൾ ഒരു കൂട്ടുകാർ കണ്ടല്ലോ നമ്മളുടെ മീൻ മസാല കണ്ടോ, മീൻ ഫ്രൈ മസാല. അപ്പോൾ ഞാനിത് ഇങ്ങനെ അങ്ങ് വെക്കാം. ഞാൻ ഈ പാത്രമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാഴ്സൽ മേടിക്കത്തില്ലേ, എന്തെങ്കിലും പാഴ്സൽ മേടിക്കുന്ന ഞാൻ ഇങ്ങനത്തെ ഉള്ള ബോക്സുകളൊക്കെ ഞാൻ കഴുകി എടുത്തങ്ങനെ വെച്ചേക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതങ്ങ് ഫ്രീസറിൽ വെക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ സംഭവം ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളോട് എന്തായാലും അടുത്ത വീഡിയോ കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.